ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കും പിള്ളേരെ. അല്ല, ഇങ്ങനെ ചുമ്മാ മഴയും കണ്ട് കട്ടൻ ചായയും കുടിച്ച് പ്രണയം അത് ഇത് ആനാച്ചേന എനിക്കൊരാളുണ്ട്, എനിക്ക് ലൈഫ് പാർട്ണർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? ഒരു സർപ്രൈസ് കൊടുക്ക്, ഒരു ചെറിയ സമ്മാനമൊക്കെ വാങ്ങിച്ചു. ഒരു ചെറിയ മഞ്ചാടിക്കുരു പോലും എന്ത് വലിയ ഇമ്പാക്ട് ആണെന്ന് അറിയാമോ? ഇന്നലെ സംസാരിച്ച ഒരു പ്രിയപ്പെട്ട ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നോട് അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അയാളെയും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത്, പക്ഷെ റൊമാൻറ്റിക് അല്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ റൊമാൻറ്റിക് അല്ല നിങ്ങൾ തിരിച്ചറിയുന്നത്? നിങ്ങളുടെ ഇന്റിമേറ്റ് സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ പിടിച്ചാൽ നടക്കാറില്ലേ? പബ്ലിക്കിൽ ഇറങ്ങി എന്റെ കൈ പിടിച്ച് നടക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മാത്രമുള്ള സമയങ്ങളിൽ? അപ്പൊ കുഴപ്പമില്ല, എന്നാലും ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഞാൻ എന്താണ് അങ്ങനെ അല്ലാത്ത? അതിന്റെ മുടിയിൽ തടകില്ല. നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സിലിയായിട്ടൊക്കെ തോന്നും. അതിൽ ഏറ്റവും മേജറായിട്ട് പറഞ്ഞെന്താ അറിയോ? എനിക്ക് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും തരില്ല. എനിക്കാണെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചെന്നാൽ പോലും ഭയങ്കര ഇഷ്ടമാണ്. ഇത് അയാൾ എന്നോട് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനും സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി. ഈ സർപ്രൈസുകൾക്ക്, ഇത്തരത്തിലുള്ള ചിന്ന ചിന്ന കാര്യങ്ങളില്ലേ, സില്ലി സില്ലി കാര്യങ്ങൾ, നമ്മൾ കണ്ണടച്ച നമുക്ക് സമയമില്ലല്ലോ, പക്ഷെ ആ കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു മഴ പെയ്യുമ്പോൾ ആ മഴ വന്ന് മണ്ണിലേക്ക് ഇറങ്ങി അതിന്റെ പുതുഗന്ധം പെട്രിച്ചോ നമ്മുടെ മൂക്കിലേക്ക് വന്ന് വീഴുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഓർത്തു പോകുന്ന ആ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ ഒരു കുഞ്ഞി സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കാനായില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മൾ അവർക്ക്? അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനായില്ല എങ്കിൽ, മുടിയിഴകളിൽ വെറുതെ ഒന്ന് മാടി ഒതുക്കാനായില്ല എങ്കിൽ, അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അതെ. പുതിയൊരു ഉടുപ്പ് കൊടുത്ത് പിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞി പൂവിറുത്ത് നൽകാനായില്ല എങ്കിൽ, അത്തരം ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഹൃദയം കൊണ്ടത് പകുക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് റിലേഷൻഷിപ്പിന്റെ പ്രസക്തി? എല്ലായ്പ്പോഴും സന്തോഷം ചെറിയ 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 കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ സന്തോഷം എന്നത് തന്നെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴല്ലോ സന്തോഷം എന്നതില്ല, അതൊരു വിജയം വെട്ടിപ്പിടിക്കാനുള്ള ഒരു വ്യഗ്രത, അങ്ങനെ എന്തൊക്കെയായി മാറും, അതിന്റെ കളർ മാറും. ഒരു നനുത്ത മഴ പെയ്യുന്ന സുഖത്തോടൊരു ബന്ധം നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിലൊന്ന് എൻഡ്ലെസ് ആലിംഗനങ്ങളാണ്. നിങ്ങൾ അയാളെ ചേർത്ത് പിടിക്കണം, നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾ ആലിംഗനം ചെയ്യണം. ബോഡി ടച്ചിനൊക്കെ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പലപ്പോഴും നമ്മൾ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചോദിക്കുന്നവരുണ്ട്. ആകെ പറഞ്ഞ പോലെ നിങ്ങൾ അതിനുള്ള വഴി കണ്ടെത്തുമെന്ന് എനിക്കറിയാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സർപ്രൈസിങ് ദമാണ്. അവർ തീരെ പ്രതീക്ഷിക്കാത്തിടങ്ങളിൽ സന്തോഷങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. 3, അവരോട് ജെനുവിനായിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലമാണ്, നമ്മൾ ജെനുവിനായിരിക്കുക എന്ന് പറയുന്ന വലിയ ചലഞ്ചായിട്ടിരിക്കുന്ന ഒരു കാലമാണ്, അല്ലേ? കാരണം ആർക്കും എന്തും എവിടെ നിന്നും കിട്ടുന്ന ഒരു കാലത്താണ്. പണ്ടത്തെ പോലെ അല്ല, ഇന്നയാളിൽ നിന്ന് മാത്രമേ എനിക്ക് ഇന്നത് കിട്ടുള്ളൂ എന്നൊക്കെ കരുതിയിരുന്നു. അപ്പൊ അങ്ങനല്ല. അപ്പൊ ആലിംഗനങ്ങൾ, സർപ്രൈസുകൾ, ഒപ്പം ജെനുവിനിറ്റി.